ഇതിലേക്ക് ഇടുക്കി ഇരട്ടയാറിൽ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പോക്സോ കേസിരയായ 18-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താൻ മരിക്കുമെന്ന് ബംഗളൂരുവിലുള്ള സുഹൃത്തിന് സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സന്ദീപ് രാജക്കാട് വിശദാംശങ്ങളുമായി. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം സന്ദീപ്? നികേഷ് കുമാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം. എന്തായിരുന്നാലും പോലീസ് വളരെ കൃത്യമായ ഒരു തെളിവ് ശേഖരണത്തിലേക്കും ഒപ്പം തന്നെ വിശദമായ അന്വേഷണത്തിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഫോൺ കോളുകൾ കൃത്യമായി പരിശോധിക്കുകയാണ്. അതിൽ നിന്നാണ് ഈ സുഹൃത്തിന്, ബാംഗ്ലൂരിലുള്ള സുഹൃത്തിന് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നാലും പ്രാഥമികമായിട്ട് പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന തരത്തിലേക്കാണ്. താൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന മെസ്സേജ് അയച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നാട്ടുകാരുടെ ഒരു സംശയം അവരത് വ്യക്തമായി തന്നെ പഞ്ചായത്ത് അംഗങ്ങളടക്കം തന്നെ പൊതു മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു കൊലപാതകമാണോ എന്ന സംശയം ഉണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും നാട്ടുകാരടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് വിശദമായി തന്നെ ഈ മേഖലകളിൽ നിന്ന് ശേഖരിച്ചിരുന്നെങ്കിലും മറ്റൊന്നും തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സുഹൃത്തിന് മെസ്സേജ് അയച്ചതടക്കം കണ്ടെത്തുവാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും പോലീസ് വ്യക്തമാക്കുന്നത് പ്രാഥമികമായി ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വന്നാൽ മാത്രമാണ് ഇതിലൊരു വ്യക്തത വരുത്തുവാൻ കഴിയുകയുള്ളൂ. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നടത്തണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഒപ്പം തന്നെ മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങൾ, ഈ മൊബൈൽ ഫോണിലേക്ക് വന്ന കോളുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാകും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. നികേഷ് കുമാർ. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക്